ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ കുഞ്ഞികൃഷ്ണന്റെ നിലപാട് എന്തായിരുന്നു? നേരത്തെ മറ്റേ ജാവ്ദേക്കറുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വിയോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എന്താണ് കുഞ്ഞികൃഷ്ണൻ നിലപാടെടുത്തത്? ആ റിപ്പോർട്ടിനോട് കുഞ്ഞികൃഷ്ണൻ അന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. നൗഫൽ, അതിനകത്ത് കൃത്യമായി അദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഏകദേശം 8 മാസത്തോളം രാഷ്ട്രീയ രംഗത്ത്, അതായത് CPM-ന്റെ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ അന്വേഷണ കമ്മീഷന്റെ നിലപാടുകളോട് യോജിക്കുന്ന സമീപനമായിരുന്നില്ല അദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ പിന്നീട് പാർട്ടി അടുത്ത സമ്മേളന കാലഘട്ടമാകുമ്പോഴേക്ക് കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയി. അതിനകത്ത് നമുക്ക് നടപടിയെടുക്കാം, ശാസന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഈ പറയുന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിന് പിന്നാലെ TI മധുസൂദൻ ഉൾപ്പെടെയുള്ളവരെ തരം താഴ്ത്തുന്ന ഒരു നിലപാടിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. പക്ഷേ അതിനകത്ത് തുടർ നടപടികളായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം ഏകദേശം 1 കോടി അടക്കം രൂപ ഈ രക്തസാക്ഷി ഫണ്ടിലെയും പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടും ഏകദേശം 1 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണന്റെ പ്രധാന ആരോപണം. TI മധുസൂദൻ മാത്രമല്ല, TI മധുസൂദനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ആൾക്കാരും ഈ തട്ടിപ്പിനകത്ത് പങ്കാളികളാണെന്നും കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുണ്ടായ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതിനോട് കൃത്യമായി വിയോജിപ്പ് പറഞ്ഞിരുന്നു. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏകദേശം 8 മാസത്തോളം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അന്വേഷണ കമ്മീഷന്റെ നിലപാടുകളോട് ഒരു തരത്തിലും യോജിക്കുന്ന നിലപാട് പണ്ടേ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹത്തെ വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ അടക്കം ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പാർട്ടി നടപടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഒരു തരത്തിലും പാർട്ടി ഇതിനകത്ത് ഈ പറയുന്ന കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. വീണ്ടും TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പരസ്യമായിട്ട് പൊതുജന സമക്ഷത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. നേരത്തെ പാർട്ടി കമ്മിറ്റികളിൽ അവതരിപ്പിച്ച പരാതി മാത്രമായിരുന്നു ഇത്. അത് ചോർന്ന് പലതരത്തിൽ മാധ്യമങ്ങളിൽ മറ്റും വാർത്ത വന്നതിനപ്പുറത്തേക്ക് വി കുഞ്ഞികൃഷ്ണൻ ഔദ്യോഗികമായി ഇക്കാര്യം പൊതുജന സമക്ഷം അവതരിപ്പിച്ചിരുന്നില്ല. ഇന്നലെയാണ് അത്തരത്തിൽ പൊതുജന സമക്ഷത്തിലേക്ക് അദ്ദേഹം ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതിയായിട്ട് ഇത്തരത്തിലുള്ളൊരു സംഭവം പാർട്ടിക്കകത്ത് നടന്നു, ഫണ്ടുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള കാര്യം പുറത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയുണ്ട്. ഏതായാലും നേരത്തെ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളോട് ഒരു തരത്തിലും യോജിക്കുന്ന നിലപാടായിരുന്നില്ല കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നൗഫൽ.